ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ക്രിസ്മസ് ഗെയിം പ്ലേകളൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഗെയിം പ്ലേ വീഡിയോസിൻ്റെ ബാക്കി വീഡിയോകളൊക്കെയാണ്. ഓക്കെ, ഇനി ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 വീഡിയോ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ഗെയിം പ്ലേകളൊക്കെ നമ്മളെന്തായാലും ഇവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ വേറെയും കുറേ അടിപൊളി കിടക്കച്ച് സ്റ്റോറി വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും വീണ്ടും വരുന്നതാണ്. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി 4 അടിപൊളി ക്രിസ്മസ് വീഡിയോയും കൂടെ വന്നാലും നമ്മുടെ ഈ ഒരു ക്രിസ്മസ് നമ്മുടെ ഈ ഒരു സ്റ്റോറി വീഡിയോസുകളൊക്കെ എന്തായാലും ഇവിടെ വെച്ചെന്നാലും എൻ്റെ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എന്തായാലും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്റ്റോറി വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ. നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഷിൻചാനൊക്കെ എന്തായാലും വീട് നിൽക്കുകയാണ്. ഇതെന്താണ് എൻ്റെ പൊന്നിടാവേ ഗൈസ്, മഞ്ഞൊക്കെ വീണ് നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് വരെ വീണ് ഗൈസ്. വണ്ടി കഴിയുന്നുണ്ട് മറിഞ്ഞതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കിടന്ന വണ്ടിയാണ്, അതാണ്ട് ഇവിടെയൊക്കെ വന്നു. മൊത്തത്തിൽ മഞ്ഞാണ് ഗൈസ്. എൻ്റെ പൊന്നെ മഞ്ഞുകൊണ്ട് ഇരിക്കാൻ വയ്യ ഗൈസ്. ഉണ്ട് ഫുള്ളായിട്ടും മഞ്ഞുകളൊക്കെയാണ് കേട്ടോ. എൻ്റെ ഒബ്ബു ഫുള്ളായിട്ട് നമ്മുടെ സ്നോയിങ്ങളൊക്കെയാണ്. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ തന്നെയല്ല. നമ്മുടെ ഈ ഒരു സ്നോയൊക്കെ നമുക്കൊന്നും മാറ്റാം. ഓക്കെ, അതിന് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഒന്ന് കഴിയട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും പോവാം ഗൈസ്. ഓക്കെ, എടാ ഷിൻചാനെ വാടാ. ഫ്രാങ്ക്ലി ചേട്ടാ, ഞാനിത് എത്തി. അല്ല ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്കിതിനായിട്ട് ക്രിസ്മസിന് ഗിഫ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ. ആടാ ഷിൻചാൻ, അത് തന്നെ, നമുക്കിതിനായിട്ട് സ്പെഷ്യലായിട്ട് ക്രിസ്മസിന് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ നമുക്കൊരു അടിപൊളി ഒരു ഗിഫ്റ്റ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണം. നമുക്കെന്തായാലും നോക്കി നോക്കാം. നീ ഇപ്പോൾ നമുക്കെന്തായാലും ചുമ്മാ എന്തായാലും കുറച്ചെന്തായാലും നമുക്കെന്തായാലും വെളിയിലൊക്കെ കറങ്ങിയിട്ട് വരാം. നമ്മുടെ സിറ്റിയിലെ ആൾക്കാർ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ചുമ്മാ നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ ചുമ്മാ ഇരിക്കുകയല്ലേ. ഓക്കെ, നമുക്ക് ചുമ്മാ നോക്കിയിട്ട് വരാം. ഓക്കെ, വേണമെങ്കിൽ കുറച്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മഞ്ഞും കൂടെ എടുത്ത് മാറ്റാം. വേണ്ട ഫ്രണ്ടിൽ ചേട്ടാ, അത് നല്ല രസമുണ്ടാവും വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ കിടക്കണതാണ്. ഒന്ന് പോടാ അവിടെ നിന്ന്. ഓക്കെ, നമ്മളാണെങ്കിൽ പിന്നെ നമ്മുടെ സാന്റാക്ലോസിനൊക്കെ നമ്മൾ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, സാന്റാക്ലോസിന്. ഓക്കെ, അതൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെച്ച കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ഡിഫൻഡർ എടുത്തുകൊണ്ട് നേരെ എന്തായാലും കേസ് നമ്മുടെ അയൽവക്കത്തുള്ള വീട്ടിലൊക്കെ പോകാം കേസ്. ഓക്കെ, ഇവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, ക്രിസ്മസ് ഡെക്കറേഷൻ ഒന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ, സിറ്റിയിൽ വലുതായിട്ട് നല്ല ആഘോഷങ്ങളൊന്നുമില്ല. എൻ്റെ പൊന്നി, ഇതെന്താണ് എൻ്റെ ഒരു കാർ എന്തോ ഒരു സാധനത്തിൽ കൊണ്ട് ഇടിച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആയിട്ട് അത് വേറൊരു കാർ കൊണ്ട് ഇടിച്ചത്. ഓക്കെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ആൾക്കാർ തമ്മിലുള്ള അടിയാണ്. നമുക്കെന്തായാലും നോക്കാം കേസ്. ഓക്കെ, ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ലാംബറിൻ്റെ വീട് വരെ ഒന്നും പോയിട്ട് വരാം കേസ്. ഇതാണ് നമ്മുടെ ലാംബറിൻ്റെ വീട് എന്ന് വെച്ചാൽ. ഇത് നമ്മുടെ പഴയ വീടാണ്. ഓക്കെ, നമ്മൾ പിന്നെ ലാംബറിന് ഈ വീട് കൊടുത്തു കേസ്. ഓക്കെ, അതിന് പകരമായിട്ട് കേസ് അവർ നമുക്ക് എന്തായാലും $50 മില്യൺ തന്നു കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ തന്നു. ഓക്കെ, നമുക്കെന്തായാലും ലാമറിൻ്റെ വീട്ടിൽ നമ്മളങ്ങനെ ഫൈനൽ എത്തിയിട്ടുണ്ട്. എടാ ലാമറെ ഒന്ന് വേണാ. എന്തോടാ ഫ്രാങ്ക്ലിന്, എന്തോടാ നീ പോന്നാ? എടാ ലാമറെ, നിനക്ക് വല്ല ക്രിസ്മസ് ഗിഫ്റ്റ് വല്ലതും കിട്ടിയായിരുന്നാ? ഇല്ലോടെ ലാമറെ, അല്ല ഇല്ലോടെ ഫ്രാങ്ക്ലിന് എനിക്ക് വലുതായിട്ട് ഗിഫ്റ്റൊന്നും കിട്ടിയില്ല. ഞാനാണെങ്കിൽ നമ്മുടെ സാന്റാക്ലോസിന് ഒരു അടിപൊളി ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചേക്കാണ്. ഞാൻ വീടിൻ്റെ അകത്ത് എടുത്ത് വെച്ചേക്കാണ്. രാത്രിയാകുമ്പോൾ വേണം അത് വെളിയിലോട്ട് ഇറക്കാൻ. സാന്റാക്ലോസ് എനിക്ക് എന്ത് ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് ഒരു പേപ്പറിൽ വിഷ് എഴുതി വെച്ചേക്കണ കാർ വേണമെന്ന്. അയ്യോടെ ഷിൻചാന്, നമ്മൾ വിഷ് എഴുതാൻ പറഞ്ഞേ. അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, അത് തന്നെയാണ്, നമ്മൾ വിഷ് എഴുതാൻ പറഞ്ഞേ. ആടെ ഷിൻചാന്, നമുക്കൊരു വിഷ് എഴുതി നമ്മുടെ റൂമിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അത് സാന്റാക്ലോസ് കറക്റ്റായിട്ട് കണ്ട് നമുക്ക് അടിപൊളി ഗിഫ്റ്റ് തരും. ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പം ശരിയാണ് ലാമറ, ഞങ്ങൾ പോണേ. പക്ഷെ എൻ്റെ മോനെ നമ്മൾ വിഷ് എഴുതാൻ മറന്നു. അല്ലെങ്കിൽ നമ്മൾ വിഷ് എഴുതിയില്ലെങ്കിൽ സാന്റാക്ലോസ് എന്തെങ്കിലും തന്നിട്ട് പോകും കേസ്. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? എടാ ഷിൻചാനെ, നമുക്ക് എന്ത് പറയാം സാന്റാക്ലോസിനോട്? പ്രത്യേകിച്ച് എന്ത്, നമുക്ക് വല്ല ഡിഫറെൻ്റായിട്ടല്ലോ പറയാം. ഡിഫറെൻ്റായിട്ടെന്ന് പറയുമ്പോൾ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്കാണെങ്കിൽ ഒരു അടിപൊളി ഒരു സ്പോർട്സ് കാർ മതി. നിനക്ക് സ്പോർട്സ് കാർ. ഓക്കെ, ഒന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്ക് സ്പോർട്സ് കാർ വാങ്ങിക്കാം. ഓക്കെ ഓക്കെ, നിനക്ക് സത്യം പറഞ്ഞാൽ സ്പോർട്സ് കാറാ സൂപ്പർ കാർ ഒന്നുമില്ലല്ലോ. നിനക്കപ്പോൾ സ്വന്തമായിട്ടപ്പോൾ ഒരു കാർ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് വിഷ് എഴുതിയിടാം. നീ അപ്പോൾ ഒരു സൂപ്പർ കാർ എഴുത്, ഞാൻ ഏത് ടൈപ്പിലുള്ള വണ്ടി എടുക്കും? എനിക്കതെങ്കിലും ഒരു ഇന്ത്യൻ കാർ മതി. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എല്ലാ ലക്ഷറി കാറുകളാണ്. ഓക്കെ, നമ്മുടെ കയ്യിലാണ് ഒരു BMW M3 കൂടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ മഞ്ഞ് വീണ് ആ വണ്ടിയുടെ പരിപ്പിളകൊണ്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ആ വണ്ടി എടുത്ത് നേരെ നമ്മൾ നമ്മുടെ ലാമറിൻ്റെ ആണെങ്കിൽ ഒരു ഗാരേജ് കണക്കുണ്ട്. ഓക്കെ, ആ ഗാരേജിൽ നമ്മളെന്തായാലും കൊണ്ടിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ പിന്നെ മഞ്ഞ് വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇത് പഴയ വണ്ടിയാണ്. ഓക്കെ, മറ്റേത് പുതിയ വണ്ടിയാണ്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അവിടെ കൊണ്ടിട്ടാണ് ഈ മഞ്ഞൊക്കെ ഒന്ന് മാറിയിട്ടാണ് അവിടെ വണ്ടി തിരിച്ച് കൊണ്ടുവരാം. ഓക്കെ,
എന്തായാലും നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ തന്നെയാണ്. മഞ്ഞ് വീഴാതെ ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിടാം. ഓക്കെ, മഞ്ഞ് വീണാൽ വണ്ടി ഡാമേജ്. ഓക്കെ, ഇവിടെ പിന്നെ വലിയ കാര്യമായിട്ട് മഞ്ഞൊന്നും വീഴത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ചെറുതായിട്ട് ഒരു സൺഷെയ്ഡ് പോലെ ഉണ്ട്. അതുകൊണ്ട് സാധനം നേരെ ഡയറക്റ്റ് എൻ്റെ മണ്ടയ്ക്ക് വിടില്ല. മറ്റേ അവിടെ സൺഷെയ്ഡ് പോലെ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാണ് നേരെ വണ്ടിയുടെ മണ്ടയ്ക്ക് വിടണം. ഓക്കെ, എടാ ഷിൻചാനെ വാടാ, നമുക്ക് നമ്മുടെ വിഷ് എഴുതാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാനാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വിഷ് എഴുതാമാണ്. ആടെ ഷിൻചാൻ നമുക്ക് വിഷ് എഴുതി നമ്മുടെ റൂമിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുക. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ വിഷൊക്കെ എഴുതിയതായാലും വെച്ചിട്ടുണ്ട് കേട്ടാ. ഞാനാണെങ്കിൽ ഗൈസ് ഒരു അടിപൊളി ഒരു ഇന്ത്യൻ കാറുകളൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇന്ത്യൻ കാറുകളൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഷിൻചാനുകളൊക്കെ ഒരു സൂപ്പർ കാറുകളൊക്കെയാണ് കേട്ടോ പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, വിഷയമായിട്ട്. ഓക്കെ, രണ്ടും കിട്ടുമെന്നോ അതെനിക്കറിയാൻ പാടില്ല. സാൻഡയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല രാത്രിയായിട്ടുണ്ട്. അത് മാത്രമല്ല മഞ്ഞുമഴ തുടങ്ങിയിട്ടുണ്ട്. വെളി വീണ് കഴിഞ്ഞാൽ എല്ലാം കൂടെ നേരെ നമ്മുടെ മണ്ടയ്ക്കൊന്ന് വീഴും. ഓക്കെ, നമ്മുടെ വണ്ടി സേഫ് ആയിട്ടുണ്ട്. അത് എൻ്റെ പൊന്നെ എന്തൊരു തണുപ്പാണ്. അയ്യോ, പക്ഷെ എൻ്റെ വണ്ടി സേഫ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിൽ കയറാം കേസ്, അല്ലെങ്കിൽ തണുപ്പടിച്ച് ഐസ് കട്ടയാവും കേസ്. ഓക്കെ, ഷിൻചാന് കളങ്ങി എന്തായാലും അകത്തെന്തായാലും ഉണ്ട്. എടാ ഷിൻചാനെ, നിന്റെ വിഷൊക്കെ എഴുതിയല്ലോ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ എല്ലാം എഴുതി. നമുക്കിനി അങ്ങനെ നൈസായിട്ട് കിടന്ന് ഉറങ്ങാം. നാളെ രാവിലെ ആകുമ്പോൾ ഗിഫ്റ്റ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കണത്. ആടെ ഷിൻചാനെ ഞാനും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. നാളെ രാവിലെ എണിക്കാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ എണിക്കാം. ആടെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, വെളിയിലുള്ള ഗിഫ്റ്റും വല്ലതും ഉണ്ടാ? എനിക്കറിയണം ഷിൻചാനെ, വെളിയിൽ പോയാലും നമുക്ക് അറിയാൻ പറ്റും. വാടാ ഷിൻചാനെ. ഓക്കെ കേസ്, ഇവിടെ ഇപ്പോൾ രാവിലെ കണക്ക് ആയേക്കാണ് കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം കേസ്, വല്ല ഗിഫ്റ്റും വല്ല അവിടെ ഉണ്ടാകുന്നൊക്കെ. എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ. ഇന്നലെ രാത്രി എന്തൊക്കെയോ സൗണ്ട് കേൾക്കണം കണ്ടോ. ഞാൻ പിന്നെ എണീറ്റൊന്നും തന്നെ ഇല്ല. അല്ല എടാ ഷിൻചാനെ, നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയടാ. എൻ്റെ പൊന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എൻ്റെ സൂപ്പർ കാർ ഇതായിരിക്കണേ. എൻ്റെ പൊന്നെ, എനിക്ക് ടൊയോട്ടയുടെ സൂപ്പർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ. എൻ്റെ പൊന്നെ, ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ കയ്യിലിരിക്കണ വണ്ടിക്കാലും നല്ല എക്സ്പെൻസീവായിട്ടുള്ള വണ്ടി, അതുകൊണ്ട് സൂപ്പർ കാറുമായിട്ടാണ് എനിക്ക് കിട്ടിയത്. ആടെ ഷിൻചാന് നൈസ് കേട്ടോ, അതിൻ്റെ വണ്ടി കൊള്ളാം കേട്ടോ. ടൊയോട്ട സൂപ്പറാ. എനിക്ക് പിന്നെ ഒരു അടിപൊളി ഇന്ത്യൻ വണ്ടിയാണ് കിട്ടിയത്. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ലക്ഷറി കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് എനിക്കൊരു ഇന്ത്യൻ കാറാണ് കിട്ടിയത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ മഹീന്ദ്ര താർ റോക്സ് ആണ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ നൈസായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ടോ. ഇത് ഭയങ്കര റെയറാണ്. വെച്ചാൽ ഈ വണ്ടി ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് അധികം പീസുകളില്ല കേസ്. ഓക്കെ, എന്തായാലും വണ്ടിയെല്ലാം ഇറങ്ങി വരണതേ ഉള്ളൂ കേസ്. ഓക്കെ, ആൾക്കാരെല്ലാം വാങ്ങിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഈ വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മുടെ ഏതാണ് അല്ലാത്ത നമ്മുടെ മാർക്കറ്റിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി കിട്ടത്തില്ല. അതേപോലെ തന്നെ ഏത് മഹീന്ദ്രയുടെ ഷോറൂമിൽ പോയാലും ഈ വണ്ടി ഇല്ല കേസ്. ഓക്കെ, കാരണം ഈ വണ്ടി അപ്പോൾ ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല അടിപൊളി വണ്ടികളാണ് കിട്ടിയത് പറയണം. ഓക്കെ, എടാ ഷിൻചാനെ, നമുക്ക് എന്തായാലും ഈ വണ്ടികളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് എന്തായാലും നിൻ്റെ സൂപ്പർ തന്നെ ഓടിക്കുക. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എൻ്റെ സൂപ്പർ ഞാനല്ലേ ഓടിക്കേണ്ട? ആ ഷിൻചാനെ, നീ എന്നെ ഓടിക്കുക, ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചോളാം. എന്നാലും ഞാൻ നിൻ്റെ വണ്ടി ഒന്ന് നോക്കി നോക്കട്ടെ. എടാ ഷിൻചാനെ, വണ്ടി എടുത്തോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ പിടിച്ചിരുന്നു, ഞാൻ പിടച്ചുവിടാൻ പോണേ. എടാ പിടച്ചുവിട്ട് ആ ഫ്രണ്ടിൽ കിടക്കണ വണ്ടി കൊണ്ട് ഇടിക്കല്ലേ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഷിൻചാനായിട്ടാ വണ്ടി ഓടിക്കണമെന്ന് വെച്ചാൽ. എടാ ഷിൻചാനെ, നിനക്ക് ഓടിക്കാറിയാലോ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് നല്ല സൂപ്പറായിട്ട് ഓടിക്കാറിയാം. പക്ഷെ എൻ്റെ പൊന്നെ, ഈ വണ്ടി ഇടിക്കാതിരുന്നാൽ മതി. ഞാൻ ആഗ്രഹിച്ച് വിഷ് പറഞ്ഞെടുത്താണ്. മര്യാദയ്ക്ക് ഫ്രാങ്ക്ലിൻ ചേട്ടനും കൂടെ ഒരു സൂപ്പർ കാർ പറഞ്ഞൂടെ? ആ അതും കൂടെ വേണമായിരുന്നല്ലേ. നമുക്ക് കൂടെ ഒരു സൂപ്പർ കാർ പറയായിരുന്നു. ഓക്കെ, നമ്മൾ പിന്നെ എന്ത് പറഞ്ഞാലും സാൻഡ അത് നിറവേറ്റി തരും. ഓക്കെ, അതാണ് സാൻഡയുടെ കഴിവെന്ന് പറയുന്നത്. എടാ ഷിൻചാനെ, മര്യാദയ്ക്ക് ഓടിക്കണേ. എന്നാലും കുഴപ്പമില്ല, ഷിൻചാനെ സൂപ്പറായിട്ട് നമുക്കിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തോ ഈ വണ്ടി ഞാൻ തരയുന്നില്ല. ഒന്ന് പോടെ അവിടെ നിന്ന് തന്നെ. നിൻ്റെ സംഭവം ആർക്കാണ്? നീ വാങ്ങിച്ചെന്നല്ലോ. സാൻഡ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെയല്ലേ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടന് തരാം. ഫ്രാങ്ക്ലിൻ ചേട്ടന് എനിക്ക് തരണം വണ്ടിയൊക്കെ. എടാ ഷിൻചാനെ, ഞാൻ നിനക്ക് എത്ര പ്രാവശ്യം എൻ്റെ വണ്ടി ഓടിക്കാൻ തന്നാൽ? നീ എത്ര പ്രാവശ്യം കൊണ്ട് ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്? നീ ആ ഡിഫൻഡർ എത്ര പ്രാവശ്യം കൊണ്ട് തട്ടിയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? അതൊക്കെ വെച്ച് നോക്കാം, ഞാനും തട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ആ താറൊന്ന് ഓടിച്ചോക്കാം പ്ലീസ് ചേട്ടാ. എനിക്കത് ഓടിക്കാൻ തരുമോ? പോടാ ഷിൻചാനെ, എനിക്ക് അത് നിനക്ക് ഓടിക്കാൻ തരില്ല, അത് ഞാനേ ഓടിക്കും. നീ നിൻ്റെ സൂപ്പറായിട്ട് ഓടിക്കാൻ തന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കെന്തായാലും നേരെ എൻ്റെ താറ് നോക്കാം. വാടാ ഷിൻചാനെ, എന്താ പോകും നിൻ്റെ സൂപ്പറാ കൊള്ളാം കേട്ടോ. നൈസായിട്ടുണ്ട്, നല്ല സൗണ്ടൊക്കെ ഉണ്ട്. നമുക്കിനി നേരെ നിൻ്റെ മഹീന്ദ്ര താറെടുക്കുക. പക്ഷെ എൻ്റെ പൊന്നെ, അടിപൊളി വണ്ടി കേട്ടോ. താർ റോക്സ് ആണോ? ഓക്കെ, നമ്മളങ്ങനെ വണ്ടി കയറിയേക്കാണ്. എൻ്റെ മോനെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ നൈസ് വണ്ടി കേട്ടാ. ഒരടിപൊളി ജീപ്പാണ് ഈ താർ റോക്സ് എന്ന് പറയണത്. അത് മാത്രമല്ല, താറിൻ്റെ 3 ഡോറും അപേക്ഷിച്ച് ഇത് നൈസ് വണ്ടിയാണ്. താറിൻ്റെ 3 ഡോറും എല്ലായിടത്തും കാണുന്നതാണ്. നൈസാണ്. എന്നാലും നമ്മുടെ താറിൻ്റെ 3 ഡോറാണ് നൈസ്. ആടാ ഷിൻചാന്, അതാണ് നൈസ് കേട്ടോ. നമുക്കൊക്കെ
ഇത് പിന്നെ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പിനൊക്കെ ഉള്ള ഇത് ഏവനാണ്. പക്ഷെ എൻ്റെ പൊന്നെ, എനിക്ക് കിട്ടിയ വണ്ടി ആക്സിഡൻ്റ് ആയി ഗൈസ്. ശരി എന്നാ, പക്ഷെ എന്ത് അവസ്ഥയാണല്ലോ ഗൈസ്. എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു വണ്ടികളൊക്കെയാണ് ഗൈസ് ഇതെന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ സാന്റാക്ലോസ് തന്ന വണ്ടി. ഓക്കെ, ഏതോ ഒരു വണ്ടിയുടെ എന്തോ ഒരു പാർട്സ് അവിടെ തറ കിടന്ന ഗൈസ്, അത് ചവിട്ടി നേരെ മരത്തിൽ കൊണ്ടിടിച്ച്. ശരി എന്നാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ വീണ്ടും അടിപൊളി ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D സ്റ്റോറി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇനി 3 അടിപൊളി ക്രിസ്മസ് വീഡിയോയും പിന്നെ നമ്മുടെ ന്യൂ ഇയർ വീഡിയോയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D സ്റ്റോറി വീഡിയോ വേറെ ഗെയിമിൻ്റെ വീഡിയോ ആയിട്ട് നമ്മളങ്ങനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുക. നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നല്ല വെക്കുക കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട, കുറച്ച് പേര് മാത്രം എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഏകദേശം നമ്മുടെ 2025 ആകുമ്പോൾ ഒരു ദിവസം ഒരു അടിപൊളി ഒരു കിടുക്കാച്ചി വീഡിയോ നമ്മളെന്തായാലും നമ്മുടെ സെക്കൻഡ് ചാനൽ ഇടുന്നതാണ്. എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവരും നമ്മുടെ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളെന്തായാലും മറക്കാതെ തന്നെ കാണാൻ അല്ലാത്തതായിട്ടുള്ളൂ. ഓക്കെ, ആ ചാനൽ നമ്മളെന്തായാലും ചില ഷോർട്സൊക്കെ ഇടുന്നതാണ്. ഓക്കെ, മെയിനായിട്ടുള്ള വീഡിയോ 2025 ഇനി ഇടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യണം പ്ലീസ് ഗൈസ്. ഒക്കെ നമ്മുടെ ഈ 2 ചാനലും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. കുറേ ശതമാനം ആൾക്കാരുകളൊക്കെ സബ്സ്ക്രൈബുകളൊക്കെ എന്തായാലും ചെയ്യാതെയാണ് വീഡിയോസുകളൊക്കെ കാണുന്നത്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം ഗൈസ്, പ്ലീസ് എൻ്റെ ഒരു അപേക്ഷയാണ് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം. കുറേ പേരെന്നാലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ മെയിൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, അതാണ് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ. ഓക്കെ, മെയിൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചാനൽ നല്ല രീതിയിൽ എന്തായാലും നിങ്ങളെന്തായാലും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം. അതേപോലെ നമ്മുടെ മെയിൻ ചാനൽ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നല്ല വെക്കണം. നിങ്ങൾക്ക് നല്ല അടിപൊളി കിടുക്കാച്ച് എന്ത് രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ചെയ്യാം. നിങ്ങൾ ഏത് ക്യാരക്ടറിനെ വെച്ച് കമൻറ്റുകളൊക്കെ ചെയ്ത് ആ ക്യാരക്ടർ വെച്ച് നല്ല അടിപൊളി വീഡിയോസ് ഇടുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനും കണക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പുഷ്പ 2ൻ്റെ നമ്മുടെ പുഷ്പാണനെ നമ്മളെന്തായാലും കൊണ്ടുവന്നതെന്ന് വെച്ചാൽ. ഓക്കെ, അതേപോലെ നമ്മുടെ ഏതാണ് ഓഗി കോക്രോച്ച്, അതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചന്മാർ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റുകളൊക്കെ ചെയ്യും, നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ എന്തായാലും ചെയ്യണം ഗൈസ്. ഓക്കെ, അത്രയാണ്. ഓക്കെ, അതേപോലെ തന്നെ എല്ലാവരും മറക്കാതെ തന്നെ എന്തായാലും കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും എന്തായാലും കേസ് ഒരു അടിപൊളി ഒരു കിടുക്കാച്ച് വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും എന്തായാലും കേസ് ഞാൻ എന്തായാലും നാളെ എന്തായാലും വരുന്നതാണ്. ഓക്കെ, എല്ലാവരും കമന്റ് സീ. ഓക്കെ, അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ.